ദുഃഖിച്ചിരിക്കുന്ന നന്ദന, മുത്തശ്ശിയോട് സങ്കടം പറയുന്ന നന്ദന. 24 വർഷം പെറ്റമ്മയെന്ന് വിചാരിച്ച സ്ത്രീ തന്നത് പൊള്ളുന്ന ഓർമ്മകളാ. ഒടുവിൽ പെറ്റമ്മയുടെ മുന്നിൽ വന്നപ്പോ അതിലും വലിയ അവഗണന. ശേഖരമാമന് കൊടുത്ത പണത്തെക്കുറിച്ച് ചോദിക്കുന്ന അമ്പിളി. നന്ദേച്ചെ തോൽപ്പിക്കാൻ വേണ്ടിയാ അമ്മ 5 ലക്ഷം രൂപ എടുത്ത് മാറ്റിയത്. എന്നിട്ടിപ്പോ എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടതുപോലെയായി. ഇനി ആ പണം തിരിച്ചു കിട്ടും. വഴിയിൽ വെച്ച് അമ്പിളിയെ കണ്ടുമുട്ടുന്ന ഹരിപ്രസാദ്. എങ്കിൽ ഹരിയേട്ടൻ അവിടം വരെ ഒന്ന് പോണം. ചേച്ചിയുടെ കാര്യങ്ങൾ തിരക്കണം. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. സുഖായിരിക്കും. എന്നാലും അറിയാഞ്ഞിട്ട് മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ. വിശാഖ് ഉദിയന്നൂർ കോവിലകത്തെത്തുന്നു. നന്ദനെ അന്വേഷിക്കുന്നു. എങ്ങനെയുണ്ട് പുതിയ അവതാരം? നന്ദനയുടെ മുന്നിലെത്തുന്ന വിശാഖ്. ഹായ്, ഐ എം വിശാഖ്. അവിടെ എത്തുന്ന മുത്തശ്ശി. നന്ദനെ അധിക്ഷേപിക്കുന്ന പ്രതാപവർമ്മ. ഇനി തുടർന്ന് കാണുക. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എനിക്ക് മറവി രോഗമൊന്നുമില്ല. നിങ്ങൾ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ വൈകിയമ്മേ. 100 കൂട്ടം കാര്യങ്ങളാ എനിക്ക്. ഉദ്ദേശിക്കുന്ന സമയത്തെ ഇറങ്ങി വരാൻ പറ്റില്ല. നീ രാവിലെ വരികയാണെങ്കിൽ തിരുവനന്തപുരം വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. 2 മാസമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട്. അതിനെന്തിനാ എന്നെ ആശ്രയിക്കുന്നത്? കാറുള്ള മറ്റൊരു മകൾ ഇവിടെ ഉണ്ടല്ലോ. ഓ, പറഞ്ഞത് ഞാനിങ്ങ് പിൻവലിച്ചു. എങ്ങനെയെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയിക്കൊള്ളാം. നീ എന്താ വന്ന പാടെ ഇങ്ങനെ മുറുമുറുക്കണേ? എന്താ രാധികേ? ഏയ്, ആ മനസ്സിലായി. ഞാൻ വിളിക്കാം. നന്ദനേ, നന്ദനേ. വാ മോളെ, ഇങ്ങ് വാ മോളെ. മോളിങ് വന്നേ, വാ. ഇതാണ് ജഗന്നാഥനും രാധികയും. അതായത് നിന്റെ മൂത്ത അമ്മാവനും അമ്മായിയും. നന്ദനയ്ക്കെല്ലാം പരിചയമായി വരുന്നേ ഉള്ളൂ. ഇവള് വന്നതിൽ പിന്നെ മിണ്ടാനും പറയാനും ഒരാളായി. അതാ എനിക്കൊരാശ്വാസം. അല്ല, ഇത്രയും കാലം അമ്മയുടെ ഊമയായിട്ടിരിക്കായിരുന്നു. നീ ഏത് ക്ലാസ് വരെ പഠിച്ചു? അറിഞ്ഞിട്ടെന്തിനാ? ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാം. അന്നത്തെ ആ ആറ്റിറ്റ്യൂഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ഇതൊരു വേണ്ടാത്ത നടപടിയായി പോയി. മോൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. സാമാന്യ മര്യാദ വേണ്ട ജഗന്നാഥ. അതിന്റെ മുന്നിൽ വെച്ചിങ്ങനെ വെട്ടി തുറന്ന് സംസാരിക്കാവോ? അമ്മേ, ഞാനെന്ത് ഓപ്പണായേ പറയൂ. അതെ, അതെന്റെ രീതിയാ. ആ പെണ്ണിവിടെ അമ്മയുടെ മുറിയിലെ കിടപ്പ് ഉറക്കുമെന്നൊക്കെ കേട്ടു. അതെ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അമ്മയെ കാണാൻ ഇവിടെ പലരും വരാറുണ്ട്. ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതാരാണെന്ന് ആളുകൾ ചോദിക്കും. അതിനെന്താ, ചെറുമകളാണെന്ന് ഞാനങ്ങ് പറയും.
ഏത് വകയിലുള്ള ചെറുമകളാണെന്ന് ചോദിച്ചാ? വിദ്യാഭാരതിയുടെ മോളാണെന്ന് അമ്മയങ്ങ് തട്ടിവിടും. അതല്ലേ സത്യം, പിന്നെ പറയുന്നതിനെന്താ? എല്ലാ സത്യങ്ങളും അങ്ങനെ വിളിച്ചു പറയാനുള്ളതല്ല. വിദ്യക്ക് 2 ആമക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഇവള് മകളാണെന്ന് വന്നാൽ അമ്മയ്ക്ക് അഭിമാനമായിരിക്കും. പക്ഷെ വിദ്യക്ക് കുറച്ചില്ല, പ്രതാപന് ക്ഷീണവും. അശ്വിന്റെ ആദിത്യന്റെ കാര്യവും ആ കുട്ടികൾക്ക് ഭയങ്കര ഷെയിമാവില്ലേ? നന്ദനയ്ക്ക് എന്റെ മുറിയിൽ ഇടം കൊടുത്തതാണോ പ്രശ്നം? അവളിവിടെ വന്നതേ പ്രശ്നമാ. അതവിടെ നിൽക്കട്ടെ. അമ്മയുടെയും സേതുവിന്റെയും പിടിവാശി ജയിച്ചു എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. കോവിലകത്ത് വേറെ മുറികളുണ്ടല്ലോ, അങ്ങോട്ട് മാറിയാലെന്താ? മാറ്റണം. അങ്ങനെയാവുമ്പോ അകന്ന ബന്ധുവോ ജോലിക്കാരിയാണെന്ന് പറയാം. ജോലിക്കാരിയോ? അതെ, സേവൻ. ഇത്രയും കടുപ്പ പാടില്ല ജഗന്നാഥ. നിന്റെ അനന്തരവളാ നന്ദന. ഞാനത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങളുടെ കുട്ടികൾക്കും ഇതേ അഭിപ്രായ. ആ, അമ്മയ്ക്കും സേതുവിനും ഒഴികെ ഫാമിലിയിൽ എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണ്. സ്വന്തം താല്പര്യം നോക്കണം, പക്ഷെ ആ താല്പര്യം മാത്രം നോക്കരുത്. അത് ബാധിക്കുന്നത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സൽപ്പേരിനെയാ. ഉടപാട് സൂക്ഷിക്കുന്ന പൂജാമുറിയോട് ചേർന്നാണ് അമ്മയുടെ മുറി. അവിടെ ഏതോ ഒരു പെണ്ണിന് സ്ഥാനം കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത് അഭിപ്രായമല്ല, ഉദിയന്നൂരിലെ മൂത്ത മകന്റെ നിർദ്ദേശമാ. വാടി. ഇളമുറ തമ്പുരാട്ടിയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടില്ലേ? എന്തു പറയുന്നു? എന്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ടെന്താ? ബസ് കടന്നു പോയിട്ട് കൈ കാണിക്കുന്നതേ കൂളറിയ. വണ്ടി അകലെന്ന് വരുമ്പോഴേ കൈ കാണിച്ച് നിർത്തണമായിരുന്നു. ഇങ്ങനെ ഒരു നീക്കത്തിന് തുടക്കമിട്ടപ്പോഴേ തടയണമായിരുന്നു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് വിദ്യ അമ്മയോട് പറഞ്ഞതല്ലേ? ഇത്രയും നേരം രാമായണം വായിച്ചിട്ട് അളിയനൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ? കൂട്ടായ ഒരു ആസൂത്രണത്തിന്റെ ഫലമാ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് അതിൽ പങ്കില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഉണ്ടോ ആവോ? ഞാൻ ഇനി എങ്ങനെ എന്റെ മനസ്സ് തുറന്ന് കാണിക്കുക? എല്ലാരും കൂടി എന്നെ കുറെ കഷ്ടമാ. ഉദിയന്നൂർ കോവിലകത്തെ മുതിർന്ന അംഗമായ മൂത്തളിയനോട് എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട് കാല് പിടിച്ചിട്ടാ ഞാൻ ഈ വീട്ടിൽ ദത്ത് നിന്നത്. അത് കാരണം എന്റെ തറവാട് ഞാൻ എന്റെ ചേട്ടന് വിട്ടുകൊടുത്തു. പക്ഷെ ഇപ്പോടെ നടന്നതേ ചതിയ, വാക്ക് വ്യത്യാസ. നിങ്ങളുടെ പെങ്ങൾക്ക് പിഴച്ചുണ്ടായ സന്തതിയെ ഇങ്ങനെ കൺമുമ്പിൽ കൊണ്ടുവന്ന് ഒരു അപമാനം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒഴിവാക്കമായിരുന്ന കാര്യമാണ്. ഒഴിവാക്കണമായിരുന്നു. ആദ്യ ബന്ധമോ അതിന്റെ നിഴലോ ഇനി ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ലെന്ന് വാക്ക് തന്നതേ നിങ്ങളുടെ അച്ഛനാ. അല്ലെങ്കിലും പണ്ട് പറഞ്ഞൊന്നല്ലോ ഇപ്പോഴും നടക്കുന്നത്. വല്യളിയൻ ഒന്നും തോന്നരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ അനിയൻ രഘുനാഥനോ ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടേ അളിയന് സ്ഥലം കാലിയാക്കാം. പൊതുജന രക്ഷകയായ സേതുലക്ഷ്മിക്കും ഒരു കുഴപ്പമില്ല. സർവജ്ഞപീഠം കയറിയിരിക്കുന്ന തമ്പുരാട്ടി അമ്മയ്ക്കും ഒന്നുമേ ബാധകമല്ല. എല്ലാം ബാധിക്കുന്നത് എന്റെ കുടുംബത്തെയാ. ഇവളൊരിക്കലൊരു അനർത്ഥം കാണിച്ചു, അറിഞ്ഞോ അറിയാതെയോ. അത് പോട്ടെ, ഉപ്പ് തിന്നത് ഒരാൾ, വെള്ളം കുടിക്കുന്നതേ ഞാനും എന്റെ കുട്ടിയോളാ.
രണ്ട് ആൺകുട്ടികളാ എനിക്ക്. ഇതിനൊരു സൊല്യൂഷൻ കാണണ്ടേ? വിദ്യക്ക് വല്ലതും പറയാനുണ്ടോ? ഞാൻ എന്താ പറയാനേട്ടാ, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലെന്ന് വിചാരിക്കുക. ഇറങ്ങിപ്പോവേ? അങ്ങനെ ഒരിക്കൽ ഇറങ്ങിപ്പോയതിന്റെ ഫലമാ. ഞാനൊന്നും പറയുന്നില്ല. ദുശകനം ഒഴിവാക്കാൻ വേണ്ടി നാട് വിട്ടു പോകുന്ന പ്രശ്നമില്ല. അമ്മയുടെ മുറിയിൽ നിന്നും അവളെ ഒഴിവാക്കണമെന്ന് ഞാൻ സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം? ഇപ്പുറത്തെ മുറിയിലെ ടൈം ബോംബെടുത്ത് അപ്പുറത്തെ മുറിയിൽ കൊണ്ടുവയ്ക്കുന്ന പോലെയല്ലേ ഉള്ളത്. ബോംബ് നിർവീര്യമാക്കണം, അതാ ചെയ്യേണ്ടത്. ഇങ്ങനൊരു മുൾക്കൂട് ഉറപ്പിച്ചു വെച്ചതേ നിങ്ങളുടെ അമ്മയും സേതുലക്ഷ്മിയും കൂടിയാ. അവര് തന്നെ ആ മുള്ളെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ മുനയൊടിക്കണം. ഏതുവരെ പോകുമെന്ന് നോക്കാം. എന്തു വേണമെന്ന് പ്രതാപവർമ്മയ്ക്കറിയാം. എന്താ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം, വല്യമ്മായും വല്യമ്മാവനും വന്നതിന്റെ മൂഡ് ഓഫ് അല്ലേ. ജഗന്നാഥേട്ടൻ ഒരു പ്രത്യേക ടൈപ്പാ. ആരുമായി ചേരില്ല. പഠിക്കുന്ന സമയത്ത് വലിയ വിപ്ലവകാരിയും കവിയൊക്കെ ആയിരുന്നു പോലും. കല്യാണം കഴിഞ്ഞപ്പോ വിപ്ലവവും കവിതയും ഔട്ട്. പക്ഷെ സന്ധ്യയായി കഴിഞ്ഞാ കഥകളി പദം പാടും. എന്താ കാര്യമെന്നറിയോ? ഡെയിലി സേവയുണ്ടെന്ന അറിവ്. വല്യേട്ടന് ചേർന്ന കക്ഷിയാ രാധികേട്ടത്തി. മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടമല്ല. എന്നോട് പുറമേ കാണിക്കുന്ന ലോഹയൊക്കെ ഉള്ളുകൊണ്ട് അസൂയ. ദൈവം കുറച്ച് സൗന്ദര്യം തന്നുപോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ആ, അവിടെ എങ്ങനെയായിരുന്നു? നന്ദനയുടെ അച്ഛൻ കുടിക്കുമായിരുന്നോ? ഇല്ല, ഒരു ദുശീലം ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ വൈഫോ? ആള് കുറെ സ്ട്രിക്റ്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്. ആദ്യം കണ്ടിട്ട് വന്നപ്പോ സേതുലക്ഷ്മിയെ പറഞ്ഞത്. ശരിക്കും രണ്ടാനമ്മയുടെ രീതിയിലായിരുന്നോ നന്ദനയോടുള്ള പെരുമാറ്റം? അങ്ങനെ കുഴപ്പമായിട്ടൊന്നും ഇല്ലായിരുന്നു. അത് വെറുതെ. നന്ദന മനസ്സ് തുറക്കാത്തതാ. പറഞ്ഞോ, ഈ കോവിലകത്ത് കുട്ടിയുടെ സൈഡിൽ നിൽക്കുന്ന ആളാണ് ഞാനെന്നറിയാലോ. പുറമെ അധികം സ്നേഹം കാണിക്കില്ലെന്നേ ഉള്ളൂ. നല്ല മനസ്സാ സുമിത്രാമ്മയ്ക്ക്. എന്നിട്ടാണോ നന്ദനയും കൂടി വിടില്ലെന്ന് വാശി പിടിച്ചത്? അത് സ്നേഹം കൊണ്ടാ. ഈ പ്രായം വരെ എന്നെ വളർത്തിയതല്ലേ. വീട്ടിലെ ജോലികളെല്ലാം എടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ? കേട്ടതെല്ലാം ശരിയല്ല. മൂത്ത ആളായതുകൊണ്ട് ഞാൻ ഓരോന്ന് കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു. അച്ഛൻ അധ്വാനിക്കുന്നുണ്ട്. സുമിത്രാമ്മയ്ക്ക് ഇളയ 3 പേരുടെയും കാര്യം നോക്കണം. അപ്പോ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതി. ഞാൻ വിചാരിച്ചതിലും ബുദ്ധിയുണ്ട് നന്ദനയ്ക്ക്. ആരെയും കുറ്റപ്പെടുത്താതിരിക്കാൻ നോക്കും. എന്തായാലും അവിടുത്തെ ഭരണം സുമിത്രാമ്മയ്ക്കായിരുന്നു. അതെനിക്ക് പിടികിട്ടി. ഇവിടെ സ്വന്തം അമ്മയുടെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഭർത്താവ് വിദ്യേട്ടത്തിക്ക് പുല്ലുവിലയാ കൽപ്പിച്ചിരിക്കുന്നത്. ഒരവസരം കിട്ടിയ കുറ്റപ്പെടുത്തലും കുത്തുവാക്കു പറച്ചിലും. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയാ പുള്ളിക്കാരനെ വീട്ടിൽ കയറി താമസിപ്പിച്ചത്. ഇപ്പൊ മറ്റുള്ളവരുടെ കൂടെ സ്വത്തടിച്ചു മാറ്റുന്ന പരിപാടി ആലോചിക്കുന്നത്. അമ്മയുടെ ഭർത്താവിനെ പറ്റി നന്ദനിക്ക് എന്താ തോന്നിയത്? ഞാനെന്ത് പറയാന്? അമ്മയെക്കുറിച്ചോ? ആരെയും കുറ്റപ്പെടുത്താനും പഴിക്കാനും ഞാനില്ല. അതിന് എനിക്കെന്താ അർഹത? ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ചേരണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ മരിച്ചതി പിന്നെ ഒന്നിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോ ഇവിടെയുള്ളവരുടെ പെരുമാറ്റത്തിൽ നിരാശയില്ലെന്നാണോ? ഇല്ല, ആഗ്രഹിച്ചെങ്കിലല്ലേ നിരാശ ഉണ്ടാവൂ. പ്രതീക്ഷ പോലും ഇല്ല എനിക്ക്. എന്നാൽ ഇവിടെയുള്ള കുട്ടിയുടെ ബന്ധുക്കൾ അങ്ങനെയല്ല. പല പല പ്ലാനുകളും പദ്ധതികളും ഓരോരുത്തർക്കും ഉണ്ട്. വല്യേട്ടൻ അമ്മയെ വരെ ഒറ്റപ്പെടുത്തണമെന്നുണ്ട്. നന്ദനയുടെ കിടപ്പുമുറി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമാ. ഏറ്റുപിടിക്കാൻ പ്രതാപേട്ടൻ. ഞാനേ ഇതൊക്കെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എനിക്കെന്തോ നന്ദനയുടെ ഒരു പ്രത്യേക മമതയുണ്ട്. മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും ഞാൻ തിരിച്ചറിയുന്നുണ്ട്.
എന്നെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ മുത്തശ്ശി ആരും ഒറ്റപ്പെടുത്താൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാ. എന്നാ ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ. ഷീറ്റും തലേണയൊക്കെ ആയിട്ട് മോളിതവിടെ പോവാ. ഇന്ന് തൊട്ട് ഞാൻ വേറെ മുറിയിൽ കിടക്കാം മുത്തശ്ശി. വേറെ മുറിയിലോ? അതെന്തിനാ? ജഗന്നാഥൻ വന്ന് വല്ലതും പറഞ്ഞത് കേട്ടിട്ടാണോ? കുട്ടി അതൊന്നും കേട്ടതായി ഭാവിക്കണ്ട. ഈ കോവിലകത്ത് 10 പേരുണ്ടെങ്കിൽ 20 അഭിപ്രായമാ. അതിനിയും മനസ്സിലായില്ലേ നന്ദനയ്ക്ക്? മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ഞാൻ നോക്കണ്ടേ? അത് അവര് പറയുന്നതിന് അർത്ഥം ഉണ്ടെങ്കിൽ കേട്ടാ മതി. ജഗന്നാഥൻ ഇവിടെ വന്ന് നിന്നെ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും പ്രസ്താവന നടത്തണമല്ലോ. അല്ലെങ്കിൽ ഭാര്യ എന്തു വിചാരിക്കും? അതിനാ അയാള് കുറെ ശോഭിച്ചിട്ട് പോയത്. അതിന് ഗൗരവം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ദിവസവും എന്റെ കാര്യം പറഞ്ഞിവിടെ ഓരോ ഒച്ചപ്പാട് നടക്കുന്നു. അത് മോളുടെ കുഴപ്പം കൊണ്ടല്ല. ഒച്ചപ്പാടുണ്ടാക്കുന്നവർക്കാ തകരാറ്. അത് നിനക്കും അറിയാലോ. മോളെ, ഇതൊക്കെ കൊണ്ടുചെന്ന് എന്റെ മുറിയിൽ വെക്കേ. മുത്തശ്ശി, ഞാൻ വേറെ മാറിക്കിടന്നോളാം. മോളെ, ഞാൻ നിന്നോട് പറഞ്ഞോ എന്റെ മുറിയിൽ കിടക്കരുതെന്ന്? നിനക്ക് അവിടെ ഉറങ്ങുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ എന്നെ തോപ്പിക്കണമെന്നുള്ള വാശിയാണോ കുട്ടിക്ക്? വാശി അമ്മയ്ക്കാ. തറവാട്ടിലുള്ള എല്ലാവരെയും പിണക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടോ? രഘുനാഥ, അതോ എല്ലാവരും തമ്മിൽ അടിക്കണമെന്നാണോ അമ്മയുടെ ആഗ്രഹം? അമ്മേ, ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവും. സ്വാഭാവികമാണ്. എല്ലാം അംഗീകരിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വകവെച്ച് കൊടുക്കണം. ഈ കുട്ടിയുടെ വിഷയത്തിൽ തുടക്കത്തിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതാണ്. അത് മൈൻഡ് ചെയ്യാതെ അമ്മയും സേതുലക്ഷ്മിയും കൂടി ഇവളെ വിളിച്ചോണ്ട് വന്നു. വേണമെങ്കിൽ ഈ പെണ്ണിനെ ഗേറ്റിന് ഇപ്പുറം കയറ്റാതിരിക്കാമായിരുന്നു. അത് ചെയ്യാതിരുന്നത് അമ്മയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം. ബഹുമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അതെ അമ്മേ, അതുകൊണ്ട് മാത്രമാണ് ഇവൾ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. അമ്മയുടെ മൂത്ത മകനാണ് ജഗന്നാഥേട്ടൻ. ഏട്ടൻ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവൾക്ക് ബോധ്യായി. എന്നിട്ടും അമ്മയ്ക്ക് അതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ കുട്ടിയെ റോഡിലിറക്കി വിടണമെന്ന് ജഗന്നാഥൻ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ നീ? ഏട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ അത്രയ്ക്ക് കടന്നൊന്നും ചിന്തിക്കണ്ട. മക്കളെല്ലാം ഒറ്റക്കെട്ടായിരിക്കുന്നു. അതെ, ഇവൾക്ക് വേണ്ടി റൂം ശരിയാക്കിയിട്ടുണ്ട്. ആ വടക്ക് ഭാഗത്തുള്ള മുറിയാ. അങ്ങോട്ട് ചെല്ല്. വടക്കു ഭാഗത്തുള്ള മുറിയോ? ഇവിടെ ആർക്കെങ്കിലും അസുഖം വരുമ്പോ മാറ്റിക്കിടത്താറുള്ള മുറിയല്ലേ അത്? ഇപ്പൊ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. എല്ലാ സൗകര്യങ്ങളുള്ള റൂമാ. എന്താ, അത് പോരാന്നുണ്ടോ നിനക്ക്? ഏത് മുറിയായാലും മതി. എന്നാ ഇനി അതായിരിക്കും നിന്റെ റൂം. അങ്ങോട്ട് ചെല്ല്. സാരമില്ല മുത്തശ്ശി, എവിടെ ഉറങ്ങിയാലെന്താ? മുറിയിലല്ല, മനസ്സിലാണ് സ്ഥാനം വേണ്ടത്. ഇത് എന്നോടുള്ള സമരാ മോളെ. എങ്കിലാ സമരം ഇവിടം കൊണ്ട് തീരുമല്ലോ. ഈ പ്രശ്നത്തിന്റെ പേരിൽ നാളെ ഒരു കലഹം ഉണ്ടാക്കാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവര് തോറ്റെന്ന് വിചാരിച്ചാ മതി. മുത്തശ്ശി പോയി കിടന്നു.
അനിലേച്ചി, എന്നാ പിന്നെ കാണാം. അതുവഴി പൊക്കോ. എന്നാ ശരി. ഞാൻ മുറ്റത്തുനിന്ന് ശബ്ദം കേട്ട് നോക്കാൻ പോയതാ. ഒറ്റയ്ക്ക് ഈ സമയത്ത്. ഞാനും നനച്ചിട്ട് ചുരിദാർ എടുക്കാൻ മറന്നു. അതെടുക്കാൻ പോയതാ. എന്നിട്ട് ചുരിദാർ എവിടെ? അത് സന്ധ്യക്ക് എടുത്തായിരുന്നു. നീ എന്താ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന പോലെ? തടി നോക്കാൻ രാത്രിയിൽ ആള് വന്നോ? ഇത് ആദ്യമായിട്ടാണോ അതോ? അമ്പിളി, ചേച്ചി ഇതെന്ത് ഭാവിച്ച? നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ. അല്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞു തരണോ? അറിയാലോ ഇവിടുത്തെ അവസ്ഥ. അമ്മ എങ്ങനെ പറഞ്ഞ കൊന്നുകളയും. കൊല്ലുന്നത് മാത്രമല്ല, ആത്മഹത്യ നടക്കും ഈ വീട്ടില്.